പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ളൊരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫിഷ് റോസ്റ്റ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു മൺചട്ടി ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണോളം ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തതാണ്. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയാണ്. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും വഴണ്ട് വന്നാൽ മതി കേട്ടോ, ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത് തക്കാളി ഒന്നങ്ങ് വെന്ത് വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളുടെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി ചുടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അധികം മുള്ളില്ലാത്ത ദശകട്ടിയുള്ള മീൻ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ അങ്ങ് മൂടി വെച്ച് കൊടുക്കാം. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ ഫിഷ് റോസ്റ്റിലൊക്കെ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനിതങ്ങ് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഫിഷ് റോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകൂടെ മീനിലൊക്കെ എരിവും പുളിയും മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നീട് ഇതിൻ്റെ കളറേ മാറി നല്ലൊരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.